അൽഖാദർ ട്രസ്റ്റ് അഴിമതി കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പങ്കാളി ബുഷ്ര ബീബിക്കും ശിക്ഷ വിധിച്ച പാകിസ്ഥാൻ കോടതി. ഇമ്രാൻഖാനെ 14 വർഷവും ബുഷ്ര ബീബിക്ക് 7 വർഷവും തടവ് ശിക്ഷയാണ് അഴിമതി വിരുദ്ധ കോടതി വിധിച്ചത്. ജഡ്ജി നാസിർ ജാവേദ് റാണയാണ് വിധി പ്രസ്താവിച്ചത്. 200ഓളം കേസുകൾ ചുമത്തപ്പെട്ട് 2023 ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ കസ്റ്റഡിയിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുകയോ ആശ്വാസം തേടുകയോ ചെയ്യില്ലെന്ന് ശിക്ഷാവിധിക്ക് ശേഷം കോടതിക്കുള്ളിൽ നിന്ന് ഇമ്രാൻഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അധികാരത്തിലേക്ക് തിരികെ എത്താതിരിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇമ്രാൻഖാനെ നിശബ്ദനാക്കാനുള്ള സമ്മർദ്ദമാണ് ശിക്ഷാവിധിയെന്ന് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പ്രവർത്തകർ പറഞ്ഞു. വിവിധ കാരണങ്ങൾ പറഞ്ഞ് 3 തവണ മാറ്റിവെച്ച വിധിയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതേസമയം അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ബുഷ്ര ബീവിയെ വിധിക്ക് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 ഡിസംബറിലാണ് ഇമ്രാൻഖാനും ബുഷ്രയും ഉൾപ്പെടെ 8 പേർക്കെതിരെ ദേശീയ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ 1554 കോടി രൂപയുടെ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തത്. റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി UK-യിലെ നാഷണൽ ക്രൈം ഏജൻസി പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച 1554 കോടി രൂപ ദുരുപയോഗം ചെയ്തുവെന്നതാണ് കേസ്. രാജ്യത്തെ അധികാരികളെ പരസ്യമായി വിമർശിക്കുന്നതിലൂടെ 2022 അധികാരത്തിൽ നിന്നിറങ്ങിയിട്ടും വലിയ രീതിയിലുള്ള സ്വീകാര്യതയായിരുന്നു ഇമ്രാൻഖാന് ലഭിച്ചത്. നേരത്തെ 4 കേസുകളിൽ ഇമ്രാന് ശിക്ഷ ലഭിച്ചിരുന്നു. അതിൽ 2 എണ്ണം റദ്ദാക്കുകയും മറ്റ് 2 കേസുകൾ മരവിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് കേസുകളിൽ ഇമ്രാൻഖാൻ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. ഇമ്രാൻഖാനെ തടങ്കൽ വെക്കുന്നതിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്നും മത്സരത്തിൽ നിന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും UN സമിതി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു.